ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ അതിൽ സോയിൽ മെക്കാനിക്സ്, റോക്ക് മെക്കാനിക്സ്, സോയിൽ എഞ്ചിനീയറിംഗ്, റോക്ക് എഞ്ചിനീയറിംഗ് ഇത് എത്രയും കൂടി ചേർന്നതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സോയിൽ എന്താണെന്ന് അറിയണം. സോയിൽ എന്ന് പറയുന്നത് അൺകൺസോളിഡേറ്റഡ് ക്രസ്റ്റ് ഓഫ് എർത്ത് ആണ്. അതിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. അത് ഫോംഡ് ബൈ വെതറിങ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഒന്ന് റോക്ക് വെതറിങ്ങും അതിൻ്റെ കൂടെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസും ചെയ്താണ് നമ്മൾ സോയിൽ ഉണ്ടാകുന്നത്. ഇനി ആ സോയിൽ ഫോർമേഷൻ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പീഡോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ ഈസ് ദ അൺകൺസോളിഡേറ്റഡ് ക്രസ്റ്റ് ഓഫ് എർത്ത് ദാറ്റ് ഈസ് ഫോംഡ് ബൈ വെതറിങ് ഓഫ് റോക്സ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ആ പ്രോസസ്സിനെ പീഡോജെനസിസ് എന്ന് പറയും. ഇനി ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് ഒറിജിൻ അനുസരിച്ച് 2 ടൈപ്പ് സോയിലാണ് ഉള്ളത്. ഒന്ന് ഓർഗാനിക് സോയിൽ, രണ്ടാമത്തത് ഇനോർഗാനിക് സോയിൽ. ഓർഗാനിക് സോയിലിൻ്റെ മറ്റൊരു പേരാണ് ക്യുമുലോസ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ചോദിക്കാം ഓർഗാനിക് സോയിലിൻ്റെ മറ്റൊരു പേരെന്തെന്നൊക്കെ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർഗാനിക് സോയിലിൻ്റെ മറ്റൊരു പേരാണ് ക്യുമുലോസ് സോയിൽ. ഇനി അതിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അതിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ വരും, പീറ്റ് വരും, ഹ്യൂമസ് വരും, മക്ക് വരും. ബ്ലാക്ക് കോട്ടൺ സോയിൽ, പീറ്റ്, ഹ്യൂമസ്, മക്ക്. ഇനി അതിൻ്റെ വെരി ലോ ബാരിങ് കപ്പാസിറ്റിയാണ് ഉള്ളത്, വീക്കാണ്. സോ നമ്മൾ കൺസ്ട്രക്ഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഓർഗാനിക് സോയിലിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബ്ലാക്ക് കോട്ടൺ, പീറ്റ്, ഹ്യൂമസ്, മക്ക്. വീക്കായതുകൊണ്ട് തന്നെ നമ്മൾ കൺസ്ട്രക്ഷനിൽ അത് യൂസ് ചെയ്യാറില്ല. ഇനി അതിൽ ഓരോന്നിനെ നമുക്ക് നോക്കാം. ഹ്യൂമസ് എന്ന് പറയുമ്പോൾ പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇനി പീറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. മക്കെന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ പ്ലസ് ഫൈൻ ഇനോർഗാനിക് മാറ്ററും കൂടി ചേർന്നതാണ് മക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ ഒരു കാര്യം. ഓർഗാനിക് സോയിലിൻ്റെ മറ്റൊരു പേര് ക്യുമുലോസ് സോയിൽ. അതിൻ്റെ എക്സാമ്പിൾസാണ് ബ്ലാക്ക് കോട്ടൺ, പീറ്റ്, ഹ്യൂമസ്, മക്ക്. ഇനി അത് വീക്ക് സ്ട്രെങ്ത് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യത്തില്ല. ഇനി അതിൽ ഓരോന്ന്, ഹ്യൂമസ് എന്ന് പറയുമ്പോൾ പാർട്ട്ലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ, പീറ്റ് എന്ന് പറയുന്നത് ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ, മക്കെന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ പ്ലസ് കുറച്ച് ഫൈൻ ഇനോർഗാനിക് മാറ്ററും കൂടി കാണും. ഇനി നേരത്തെ പറഞ്ഞു സോയിൽ ഫോം ചെയ്യുന്നത് വെതറിങ് ഓഫ് റോക്ക് വഴിയാണെന്ന് പറഞ്ഞു. ഈ വെതറിങ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് വെതറിങ്? വെതറിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് റോക്ക് അല്ലെങ്കിൽ സോയിൽ ആൻഡ് മിനറൽസ് ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു റോക്ക് അല്ലെങ്കിൽ സോയിൽ അല്ലെങ്കിൽ മിനറൽസ് ഒരു ലാർജ് പാർട്ടിക്കിളായിരുന്നത് ഒരു സ്മോളർ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അതിന് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ വെതറിങ്ങും ഉണ്ട്, കെമിക്കൽ വെതറിങ്ങും ഉണ്ട്. ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്. ഇനി ഈ ഫിസിക്കൽ വെതറിങ്ങിന് അതിൽ കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം അതിൽ സോയിൽ ഫോം ചെയ്യുന്നതെന്ന്. അതിലൊന്ന് ടെമ്പറേച്ചർ ചേഞ്ച് കാരണം സോയിൽ ഉണ്ടാകാം. പിന്നെ വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ അബ്രഷൻ കാരണം ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ച്, വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്, സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ്, അബ്രഷൻ. ഇത് ഇത്രയാണ് ഫിസിക്കൽ വെതറിങ് വരുന്നത്. ഇനി കെമിക്കൽ വെതറിങ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഹൈഡ്രേഷൻ, കാർബണേഷൻ, ഓക്സിഡേഷൻ, സൊല്യൂഷൻ, ഹൈഡ്രോളൈസിസ്. ഇത് ഇത്രയാണ് കെമിക്കൽ വെതറിങ് പ്രോസസ്സിൽ വരുന്നത്. ഇതിൽ ഏത് വഴി വേണമെങ്കിലും സോയിലുണ്ടാവാം. അപ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പോൾ ഒരു റോക്കിലുള്ള മിനറൽ വാട്ടറുമായി കമ്പൈൻ ചെയ്ത് പുതിയൊരു ഒരു മിനറൽ ഫോമായി മാറുന്നു. അങ്ങനെ സോയിലുണ്ടാകുന്നതിനാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. കാർബണേഷൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആവും. എന്നിട്ട് ആ കാർബോണിക് ആസിഡും മിനറലും തമ്മിൽ റിയാക്ട് ചെയ്ത് പുതിയൊരു മിനറൽ ഫോം ആവും. അങ്ങനെ സോയിലുണ്ടാകുന്നതിനാണ് കാർബണേഷൻ. ദെൻ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഈ മിനറലും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് പുതിയൊരു മിനറൽ ഉണ്ടാവും. അങ്ങനെ സോയിലുണ്ടാവാം. അത് ഓക്സിഡേഷൻ. പിന്നെ വരുന്നത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ റോക്ക് മിനറൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോമിലായി അങ്ങനെ കെമിക്കൽ ചേഞ്ചസ് വന്നുണ്ടാവുന്നതിനാണ് സൊല്യൂഷൻ വരുന്നത്. ഹൈഡ്രോളൈസിസ് ആകുമ്പോൾ വാട്ടർ H+ OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹൈഡ്രജൻ അയോൺസ് ഈ റോക്ക് മിനറൽസിലുള്ള മെറ്റാലിക് അയോൺസിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ വരുന്നതാണ് ഹൈഡ്രോളൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ വെതറിങ് വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഫിസിക്കൽ വെതറിങ് പറഞ്ഞു, ടെമ്പറേച്ചർ ചേഞ്ച്, വെഡ്ജിങ് ആക്ഷൻ, സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ്, അബ്രഷൻ. ഇവിടെ പ്രത്യേകിച്ച് കെമിക്കൽ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന
സോയിലെന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് ആൻഡ് നോൺ കോഹസീവ് ആയിരിക്കും. കോഴ്സ് ഗ്രെയിൻഡ് നോൺ കോഹസീവ് സോയിലായിരിക്കും ഇതുവഴി ഉണ്ടാവുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഗ്രാവൽ, സാൻഡ്. ഈ കെമിക്കൽ വെതറിങ് വഴിയാകുമ്പോൾ ഇവിടെ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് കണ്ടു. ഹൈഡ്രേഷൻ, കാർബണേഷൻ, ഓക്സിഡേഷൻ, സൊല്യൂഷൻ, ഹൈഡ്രോളൈസിസ്, ഇതുവഴി പല കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് പേരൻറ്റ് റോക്കിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഈ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായാലും ചേഞ്ച് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നത് ഫൈൻ ഗ്രെയിൻഡ് കൊഹസീവ് സോയിൽസ് ആയിരിക്കും കെമിക്കൽ വെതറിങ് വഴി ഉണ്ടാവുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലേ. ഇനി ബേസ്ഡ് ഓൺ വെദർ ദ സോയിൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ഓർ നോട്ട്, അതിൻ്റെ ബേസിസിൽ വീണ്ടും രണ്ടായിട്ട് നമുക്ക് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റെസിഡുവൽ സോയിൽ, രണ്ടാമത്തേത് ട്രാൻസ്പോർട്ടഡ് സോയിൽ. അപ്പോൾ റെസിഡുവൽ സോയിൽ എന്ന് പറയുന്നത് എന്താ, ഒരു റോക്കിൽ നിന്ന്, ഒരു പാരൻറ്റ് റോക്കിൽ നിന്ന് സോയിലുണ്ടായി, എന്നിട്ട് അത് ഉണ്ടായ സ്ഥലത്ത് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സോയിലിനെ പറയുന്നതാണ് റെസിഡുവൽ സോയിൽ. അതായത് എവിടെയാണോ സോയിലുണ്ടായത് അവിടെ തന്നെ അത് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ആ സോയിലാണ് റെസിഡുവൽ സോയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് സെഡൻറ്ററി സോയിൽ. റെസിഡുവൽ സോയിലിൻ്റെ മറ്റൊരു പേരെന്താണ്? സെഡൻറ്ററി സോയിൽ. ഇനി ദാറ്റ് റിമെയിൻ നിയർ ദ പാരൻറ്റ് റോക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടണും ലാറ്ററൈറ്റാണ്. ബ്ലാക്ക് കോട്ടൺ, ലാറ്ററൈറ്റ്, ഇത് രണ്ടും കെമിക്കൽ വെതറിങ് വഴി ഉണ്ടാകുന്നതാണ്. ബ്ലാക്ക് കോട്ടൺ എന്ന് പറയുന്നത് കെമിക്കൽ വെതറിങ് ഓഫ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്കിൻ്റെ കെമിക്കൽ വെതറിങ് വഴി ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേരൻറ്റ് റോക്ക് എന്ന് പറയുന്നത് ബസാൾട്ടും ട്രാപ്പുമാണ്. ബസാൾട്ടും ട്രാപ്പുമാണ് അതിൻ്റെ പേരൻറ്റ് റോക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ മോൺമോർലോണൈറ്റ് മിനറൽ ഒരുപാട് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഹൈ സ്ട്രിങ്കിങ്ങും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും ഈ ബ്ലാക്ക് കോട്ടൺ സോയിലിൽ. അപ്പോൾ എന്താണ് ബ്ലാക്ക് കോട്ടൺ എന്ന് പറയുന്നത്? കെമിക്കൽ വെതറിങ് ഓഫ് ഇഗ്നിയസ് റോക്ക് വഴി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ പേരൻറ്റ് റോക്ക് എന്ന് പറയുന്നത് ബസാൾട്ട് അല്ലെങ്കിൽ ട്രാപ്പ് ആയിരിക്കും. ഹൈ മോൺമോർലോണൈറ്റ് മിനറൽ ഉള്ളത് കൊണ്ട് ഒരുപാട് സ്വെല്ലിങ്ങും ഷ്രിങ്കേജൊക്കെ ആ ബ്ലാക്ക് കോട്ടൺ സോയിലിനുണ്ടാവും. ഇനി ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് അത് കെമിക്കൽ വെതറിങ് ത്രൂ ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് അതുണ്ടാവുന്നത്. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ വെതറിങ് ത്രൂ ലീച്ചിങ് പ്രോസസ്സ്, അങ്ങനെയാണ് ലാറ്ററൈറ്റ് ഉണ്ടാവുന്നത്. അതിൽ അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ട് ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് റെഡ് കളറിലായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ട്രാൻസ്പോർട്ടഡ് ആണോ അല്ലയോ എന്നതിൻ്റെ ബേസിൽ വീണ്ടും രണ്ടായിട്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാം, റെസിഡുവലും ട്രാൻസ്പോർട്ടഡും. റെസിഡുവൽ സോയിൽ എന്ന് പറയുന്നത് എവിടെയാണോ ഫോം ചെയ്തത് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ മറ്റൊരു പേരാണ് സെഡൻറ്ററി സോയിൽ. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ബ്ലാക്ക് കോട്ടൺ സോയിലും ലാറ്ററൈറ്റും. ബ്ലാക്ക് കോട്ടൺ കെമിക്കൽ വെതറിങ് ഓഫ് ഇഗ്നിയസ് റോക്ക് വഴിയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ പേരൻറ്റ് റോക്ക് എന്ന് പറയുന്നത് ബസാൾട്ട്, ട്രാപ്പ്. പിന്നെ ഹൈ മോൺമോർലോണൈറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അതിന് സ്വെല്ലിങ്ങും ഷ്രിങ്കേജൊക്കെ കൂടുതലായിരിക്കും. അടുത്തത് രണ്ടാമത്തത് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ വെതറിങ് ത്രൂ ലീച്ചിങ് പ്രോസസ്സ് വഴിയാണ് ഉണ്ടാകുന്നത്. അയൺ ഓക്സൈഡ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് റെഡ് കളറായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ട്രാൻസ്പോർട്ടഡ് സോയിൽ നോക്കാം. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലൊക്കേഷനിൽ ഫോം ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ്, വിൻഡോ, വാട്ടറോ, അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ് വഴി അത് മറ്റൊരു സ്ഥലത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത്. ഫോംഡ് അറ്റ് വൺ ലൊക്കേഷൻ ആൻഡ് ഡിപ്പോസിറ്റഡ് അറ്റ് അനദർ ലൊക്കേഷൻ. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലാക്യുസ്ട്രെയിൻ, അലുവിയൽ, എയോലിൻ, കൊളുവിയൽ ആൻഡ് ഗ്ലേഷ്യർ ഡിപ്പോസിറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പാർട്ടാണിത്. ഈ ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഓരോരോ പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലേക്ക് വഴി ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ലാക്യുസ്ട്രെയിൻ എന്ന് പറയും. ആ സോയിലിൻ്റെ പേരാണ് ലാക്യുസ്ട്രെയിൻ. ഇനി റിവർ വഴിയാണെങ്കിൽ അലുവിയല, സീ ആണെങ്കിൽ മറൈന, വിൻഡ് ആണെങ്കിൽ എയോലിൻ, ഗ്രാവിറ്റി ആണെങ്കിൽ കൊളുവിയല, ഗ്ലേഷ്യർ ആണെങ്കിൽ ഗ്ലേഷ്യർ ഡിപ്പോസിറ്റ്, ലേക്ക് ആണെങ്കിൽ ലാക്യുസ്ട്രെയിൻ, ലാക്യുസ്ട്രെയിൻ, റിവർ ആണെങ്കിൽ അലുവിയൽ. ഇനി സീ ആണെങ്കിൽ അതിൻ്റെ പേരെന്താണ്, മറൈൻ. അതിനൊരു എക്സാമ്പിളുണ്ട്, മോളാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി വിൻഡ് ആണെങ്കിൽ അങ്ങനത്തെ സോയിലിനെ പറയുന്ന പേരാണ് എയോലിൻ സോയിൽ. അതിൻ്റെ എക്സാമ്പിളാണ് സാൻഡ് ഡ്യൂണും ലോസും. ഗ്രാവിറ്റി വഴി ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്, കൊളുവിയൽ സോയിൽ. അതിൻ്റെ എക്സാമ്പിൾ ടാലസ്. ദെൻ ഗ്ലേഷ്യർ വഴിയുള്ളത് ഗ്ലേഷ്യർ ഡിപ്പോസിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ഡ്രിഫ്റ്റ്, ടില്ല്, ഔട്ട് വാഷ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ
പഠിച്ചിരിക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഇത്.